ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കൃപയാൽ മിനിസ്ട്രിയുടെ ഒരു അനുഗ്രഹിക്കപ്പെട്ട എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ആമേൻ, സ്തോത്രം. ഇന്ന് അടിയൻ്റെ ഹൃദയത്തിൽ ദൈവം സംസാരിച്ച ഒരു ഭാഗത്തുനിന്ന് അറിയാം. അതായത് റോമർക്കെഴുതിയ സുവിശേഷം 8-ാം അധ്യായത്തിലെ ഒരു വാക്യമാണ്. ആമേൻ, സ്തോത്രം. പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ്. ഹല്ലേലൂയ. നമുക്കറിയാം, പരിശുദ്ധാത്മാവിനെക്കുറിച്ച് നമ്മൾ സംസാരിച്ചാൽ അത് എത്ര മണിക്കൂറിനുള്ളിൽ പോലും അത് തീരാത്തൊരു വിഷയമാണ്, അല്ലേ? അടിയൻ്റെ കുഞ്ഞു ഹൃദയത്തിൽ തോന്നിയ ചില ചിന്തകൾ നമുക്ക് പങ്കുവയ്ക്കാം. അതായത് റോമർക്കെഴുതിയ സുവിശേഷം 8-ാം അധ്യായത്തിൻ്റെ 5-6 വാക്യങ്ങൾ. ജഡസ്വഭാവമുള്ളവർ ജഡത്തിനുള്ളതും ആത്മസ്വഭാവമുള്ളവർ ആത്മാവിനുള്ളതും ചിന്തിക്കുന്നു. ജഡത്തിൻ്റെ ചിന്ത മരണം, ആത്മാവിൻ്റെ ചിന്തയോ ജീവനും സമാധാനവും തന്നെ. നമുക്കറിയാം, നമുക്കെല്ലാവർക്കും സമാധാനം വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്, അല്ലേ? ഒട്ടുമിക്ക ആൾക്കാർ, ഈ ലോകത്തുള്ള ഒരു മനുഷ്യനും എന്ത് വേണം? പണം വേണം, സമാധാനം, സ്വസ്ഥതയോടെ ഒരു ജീവിതം, അല്ലേ? ഈ ഭൂമിയിലാണ് നമ്മളുടെ, ഇപ്പം ക്രിസ്ത്യാനികളും അല്ലെങ്കിൽ ബന്ധക്കോസ്റ്റുകാരെല്ലാവരും ഇപ്പോൾ ആ ഒരു രീതിയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ആമേൻ, സ്തോത്രം. നമ്മുടെ ഹൃദയത്തിൽ ടച്ച് ചെയ്ത് നമുക്ക് എത്ര പേർക്ക് പറയാൻ പറ്റും, ഞാൻ പരിശുദ്ധാത്മ സ്നാനം പ്രാപിച്ചിട്ടുണ്ട്? ഹല്ലേലൂയ, സ്തോത്രം. എൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവുണ്ട് എന്ന്. ഹല്ലേലൂയ. അതിന് നമ്മളിപ്പോൾ എന്താണ്, ഒരു വിലയും കൊടുക്കാത്ത പോലെയാണ്, അല്ലേ? കിട്ടിയാൽ കിട്ടി, അല്ലെങ്കിൽ വേണമെങ്കിൽ വേണം എന്നൊരു ഭാവമാണ് നമ്മുടെ ജീവിതത്തിൽ. പലപ്പോഴും എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഒരു പ്രതികൂലം നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നമ്മൾ തളർന്നു പോകാനുള്ള കാരണം ഈ പരിശുദ്ധാത്മാവിൻ്റെ അളവ് നമ്മുടെ ലൈഫിൽ കുറയുന്നതാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഇവിടെയും പറയാണ്, ജഡത്തിനുള്ളത് നമ്മൾ ചിന്തിച്ച്, നമുക്കറിയാം ഇത് രണ്ട് ദുർഗങ്ങളിലെ കാര്യങ്ങളല്ല. ഒന്ന് ജഡം, ഒരു ആത്മാവ് അല്ല. ഒരു മനുഷ്യനിൽ തന്നെ ഉള്ള, അല്ല, ജഡത്തിലുള്ളത് നമ്മളിൽ എന്തുണ്ട്? ജഡമുണ്ട്, ദേഹം, ദേഹി, ആത്മാവ്, അല്ലേ? ഇപ്പം ഈ ആത്മാവിനുള്ള പരിശുദ്ധാത്മാവ് ലഭിച്ചൊരു വ്യക്തിയിൽ ഉണ്ടാകുന്ന ഫലങ്ങളിൽ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, നമുക്ക് സമാധാനം ലഭിക്കും. അതുപോലെ തന്നെ നമ്മുടെ ചിന്തകൾക്ക് മാറ്റം വരും. ഹല്ലേലൂയ, സ്തോത്രം. നമ്മൾ ചിന്തിക്കുന്നത് പിന്നെ ജഡത്തിലുള്ളതായിരിക്കത്തില്ല. ആമേൻ, സ്തോത്രം. നമുക്കറിയാം, ആത്മാവിൻ്റെ ഫലങ്ങളെക്കുറിച്ച് സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം, ഇവയൊക്കെയും ആത്മാവിൻ്റെ സ്വഭാവങ്ങളാണ്. ആമേൻ, സ്തോത്രം. ഇപ്പോൾ ആത്മാവുള്ളവർക്കേ ആത്മാവിൻ്റെ സ്വഭാവങ്ങളെ എന്ത് ചെയ്യത്തുള്ളൂ? പുറത്തെടുക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. ആമേൻ, സ്തോത്രം. നമ്മൾ അഭിഷേകം പറഞ്ഞാലും ഈ അഭിഷേകങ്ങളിൽ നിൻ്റെ സ്വഭാവത്തിന് വ്യതിയാനം വരുന്നുണ്ടോ? ഹല്ലേലൂയ, സ്തോത്രം. അവിടെയാണ് നമുക്കറിയാം, ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്ന, ഒരുത്തൻ ക്രിസ്തുവിലായ അവൻ പുതിയ സൃഷ്ടിയാകുകയാണ്. പുതിയൊരു സൃഷ്ടി എപ്പോഴും പുതിയതായതേ ചിന്തിക്കൂ. ആമേൻ, സ്തോത്രം, അല്ലേ? അവൻ എന്ത് ചെയ്യത്തില്ല? ജഡത്തിലുള്ളത് ചിന്തിക്കത്തില്ല. ഹല്ലേലൂയ. അപ്പോൾ ദൈവവചനം ഈ ഒരു റോമർക്ക് 8-ാം അധ്യായത്തിൽ കുറച്ച് ഭാഗങ്ങൾ വായിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഉള്ളിൽ പ്രാപിച്ചാൽ നമുക്ക് കിട്ടുന്ന കുറച്ചല്ല, നമ്മുടെ ജീവിതം തന്നെ ടോട്ടലി ചേഞ്ച് ആവാനായിട്ട് തുടങ്ങും. ആമേൻ. ഫസ്റ്റ് ഓഫ് ഓൾ, ദൈവം ഇത് നമുക്ക് ഫ്രീ ആയിട്ട് തന്ന ഒരു ഭാവത്തിലിരിക്കുന്നതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഫ്രീ ആയിട്ടല്ല, എപ്പോൾ വേണേലും പ്രാപിക്കുക, അല്ലെങ്കിൽ അതിന് കൊടുക്കേണ്ട ഒരു മഹത്വം നമ്മൾ കൊടുക്കുന്നില്ല. ദാഹിക്കുന്നവരെല്ലാവരും എൻ്റെ അടുക്ക വരുവിൻ, അല്ലേ? അപ്പോൾ ഈ വെള്ളം കുടിക്കുന്നവന് ഒരു നാളും ദാഹിക്കുകയില്ല. അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിന് ഒരു കാര്യസ്ഥനായ ദൈവം നമുക്ക് നൽകുമ്പോൾ അതിന് കൊടുക്കേണ്ട മഹത്വം നമ്മൾ കൊടുക്കാതെ പോകുമ്പോൾ, ഹല്ലേലൂയ, സ്തോത്രം, ഇന്ന് വേണമെങ്കിൽ ലഭിച്ചാൽ മതി എന്ന് പറയുന്ന ഒരു തലമുറയുടെ നടുവിൽ നിന്ന്, ആമേൻ, സ്തോത്രം, പരിശുദ്ധാത്മാവിന് വേണ്ടി ജാഗരിക്കുന്ന ഒരു കൂട്ടം ജനം എഴുന്നേൽക്കണം. ഹല്ലേലൂയ, സ്തോത്രം. ഈ പരിശുദ്ധാത്മാവിന് ഇപ്പോൾ ദൈവം നമുക്ക് തന്നിരിക്കുന്നത്, നമ്മുടെ ആ ഒരു അഭിഷേകം നമ്മളിൽ ഉള്ളപ്പോൾ വേറൊരാൾ നമ്മളെ നിയന്ത്രിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് നടക്കേണ്ടുന്ന വഴി പാപരഹിതമായ വഴിയിലൂടെ നമ്മൾ നടക്കും. ആമേൻ, സ്തോത്രം. അപ്പോൾ ഈ പരിശുദ്ധാത്മാവിനെ ദൈവം നമുക്ക് വെറുതെ ദാനമായി തരുന്നതുകൊണ്ട് അതിനോടുള്ള ആ ഒരു പ്രാധാന്യത നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആമേൻ, സ്തോത്രം. നമുക്കറിയാം, ദൈവത്തിൻ്റെ വരവ് അടുക്കുമ്പോൾ ആത്മകാന്തം പോലെ പൊങ്ങി നമ്മൾ ദൈവത്തിനോടൊപ്പം മേഘങ്ങളിൽ എടുക്കപ്പെടണമെങ്കിൽ അഭിഷേകം നമ്മളിൽ വേണം. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ ഇവിടെയൊക്കെയും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളിൽ ഉള്ളപ്പോൾ, ഇവിടെ ഈ ഒരു അധ്യായം വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, പാപത്തിൽ നിന്നും മരണത്തിൻ്റെ പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുവിൽ നമുക്ക് സ്വാതന്ത്ര്യം ലഭിക്കും. ആമേൻ, സ്തോത്രം. അപ്പം നീ ഇന്നും പാപം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പാപത്തിൽ
നിന്ന് മാറിയിട്ടും ആ കുറ്റബോധം നിന്നെ ഇന്നും പിന്തുടരുന്നുണ്ട്, പിശാച് അതിൽ മുതലെടുക്കുന്നുണ്ടെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച വ്യക്തിയാണ് നീയെങ്കിൽ നിനക്ക് ക്രിസ്തുവിൽ എന്തുണ്ട്? സ്വാതന്ത്ര്യമുണ്ട്. ചില ജഡീക ചിന്തകളിൽ നിന്ന് സ്വത്ത് നിന്നെ കീഴ്പ്പെടുത്താൻ നോക്കുന്ന ചില പൈശാചിക ചിന്തകളിൽ നിന്ന് നിനക്ക് എന്ത് ലഭിച്ചിരിക്കുന്നു? സ്വാതന്ത്ര്യം. അത് നീ മനസ്സിലാക്കുക. അപ്പോൾ പരിശുദ്ധാത്മാവ് നിൻ്റെ ഉള്ളിലുണ്ടോ, നിനക്ക് ഇനി നീ പാപിയല്ല. അതിന് താഴത്തേക്ക് വായിക്കുമ്പോൾ അടുത്താണ് ജീവനും സമാധാനവും നമുക്ക് ലഭിക്കും. പിന്നെ പരിശുദ്ധാത്മാവുള്ളവർ ദൈവത്തിൻ്റെ മക്കൾ. അതാണ് ഞാൻ പറഞ്ഞത്. പിന്നെ നിങ്ങൾ ദാസ്യത്തിൻ്റെ ആത്മാവല്ല, പുത്രത്വത്തിൻ്റെ ആത്മാവിനെ നിങ്ങൾക്ക് പ്രാപിക്കാം. അല്ലേ? അപ്പാ പിതാവേ എന്ന് വിളിക്കുന്ന ആ പുത്രത്വത്തിൻ്റെ ആ ഒരു അവകാശികളായി നിങ്ങൾ മാറുകയാണ് അല്ലേ? പിന്നെ നിങ്ങൾ എന്താണ്? അവകാശികളാണ്. മക്കളെങ്കിലോ നിങ്ങൾ അവകാശികളാണ്. ഹല്ലേലൂയ, സ്തോത്രം. അല്ലേ? അത് ഏറ്റവും വലിയൊരു പുത്രത്വത്തിന് അവകാശം. ഒരു അപ്പനോ, ദൈവം നമ്മുടെ അപ്പനെ പോലെ നമ്മളോട് കൂടെ ഇരുന്ന സ്തോത്രം നമ്മുടെ ഹൃദയത്തോട് സംസാരിക്കുമ്പോൾ നമുക്കറിയാം, അഭിഷേകം പറയുന്നത് മനുഷ്യരോടല്ല, ദൈവത്തോട് തന്നെയാണ് സംസാരിക്കുന്നത് അല്ലേ? ഇതൊക്കെ എവിടെയെങ്കിലും നമുക്ക് ലഭിക്കുന്ന ഭാഗ്യമാണ്. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ ഈ ആത്മാവിനെ പ്രാപിച്ചൊരു വ്യക്തികൾക്ക് വരുന്ന മാറ്റങ്ങളാണ്. അവൻ്റെ സ്വഭാവം മാറും, ചിന്തകൾ മാറും. സ്തോത്രം. അതുപോലെ പല കാര്യങ്ങൾ ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ചെറിയൊരു പോർഷൻ, ഒരു 1% പോർഷൻ മാത്രമേ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ഹല്ലേലൂയ, സ്തോത്രം. നമുക്കറിയാം, കർത്താവായ യേശു ക്രിസ്തു നമുക്ക് കാണിച്ചു തരുന്ന ഒരു എക്സാമ്പിൾ, അത് തന്നെ ദൈവം നമുക്ക് കാട്ടിത്തരുന്നല്ലേ. അവൻ നമുക്ക് ഉദാഹരണമായിട്ട് എന്താ പറയുന്നത്? മത്തായി 3-ാം അധ്യായത്തിലും ദൈവം എന്താണ്? സ്നാനമേൽക്കുന്ന ഒരിതുണ്ടല്ലേ. അവൻ സ്നാനമേറ്റ ഉടനെ എന്ത് ചെയ്തു? സ്വർഗം തുറന്നു. ഹല്ലേലൂയ, സ്തോത്രം. ആ ദൈവാത്മാവ് പ്രാവെന്ന പോലെ ഇറങ്ങി തൻ്റെ മേൽ വരുന്നത് അവൻ കണ്ടു. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. അപ്പോൾ അവൻ എന്ത് ചെയ്തു? സ്നാനമേറ്റു. അപ്പോൾ അഭിഷേകം ലഭിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? സ്നാനമേൽക്കണം. സ്തോത്രം. സ്നാനം ഏൽക്കുന്നതിന് മുമ്പ് അഭിഷേകം ലഭിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. അതല്ല, നമ്മൾ എന്ത് ചെയ്യണം? ദൈവത്തെ, യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുകയും സ്നാനം ഏൽക്കുന്നതിന് മൂലം ഇവിടെ കർത്താവ് നമുക്ക് ഉദാഹരണമായിട്ട് നമുക്ക് കാട്ടിത്തരികയാണ്. അവനിലേക്ക് പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്നപ്പോൾ നീ എൻ്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ അപ്പോൾ ദൈവം നമ്മളെ പ്രസാദിക്കണമെങ്കിൽ അവൻ്റെ പുത്രന്മാരായി, പുത്രിമാരായി നമ്മൾ തീരണം. അതെങ്ങനെ തീർക്കാൻ പറ്റും? ഈ ആത്മാവിനെ പ്രാപിക്കുമ്പോൾ, സ്തോത്രം, പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുമ്പോൾ ദൈവത്തിൻ്റെ കൃപാവരങ്ങളാൽ നമ്മൾ നിറയപ്പെടുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. അല്ലേ? ദൈവം ഇത് വെറുതെ വെച്ചിരിക്കുക, അല്ലെങ്കിൽ അതിന് കൊടുക്കേണ്ട മഹത്വം നിങ്ങൾ കൊടുക്കുക. ഇന്നല്ലെങ്കിൽ നാളെ ഇതുവരെ ലഭിച്ചിട്ടില്ലാത്ത നമ്മൾ ഓരോരുത്തരും അതിനുവേണ്ടി ജാഗരിക്കുക, ദൈവത്തോട് ചോദിക്കുക പരിശുദ്ധാത്മാവിനെ. സ്തോത്രം. ഇപ്പം ദൈവത്തിൻ്റെ ആത്മാവാണ് നമ്മുടെ ഉള്ളിൽ അല്ലേ. അതൊരു മനുഷ്യനെ പോലെ നമ്മുടെ കൂടെ നടക്കും. നിങ്ങളല്ലെങ്കിൽ നിങ്ങൾ 24 മണിക്കൂറുകളിൽ നിങ്ങളൊന്ന് സംസാരിച്ചു നോക്കിക്കുക പരിശുദ്ധാത്മാവിനോട്. സ്തോത്രം. അല്ലേ? പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് ഒരു 3 ഒന്നാകുമ്പോൾ നമ്മൾ ഇതിന് ദൈവത്തോട് എന്താണ്? സംസാരിക്കുകയാണ്. ഹല്ലേലൂയ. അപ്പോൾ ഈ പരിശുദ്ധാത്മാവ് ഒരു മനുഷ്യനെ പോലെ നമ്മുടെ ഉള്ളിൽ ജീവിക്കണമെങ്കിൽ അതിനാവശ്യമായ പോഷക ഗുണങ്ങൾ നമ്മൾ കൊടുക്കണം. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ നമ്മുടെ ഹൃദയത്തെ തൊട്ടുകൊണ്ട് ഹല്ലേലൂയ, നീ പൂർണ്ണമായിട്ടും അതിനെ പ്രാപിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ അതിന് കൊടുക്കേണ്ട മഹത്വം കൊടുത്തിട്ടുണ്ടോ എന്ന് നമുക്ക് ചോദിക്കാം. നമുക്കറിയാം, വിവാഹിതനായ ഒരു വ്യക്തിയോട് നിങ്ങൾ വിവാഹം കഴിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന് പൂർണ്ണമായിട്ട് ഒന്നെങ്കിൽ യെസ് എന്ന് പറയാം, അല്ലെങ്കിൽ നോ എന്ന് പറയാൻ പറ്റും അല്ലേ. അതുപോലെ തന്നെ ആയിരിക്കണം, നിനക്ക് പരിശുദ്ധാത്മാവ് ലഭിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ മനുഷ്യനെ കാണേണ്ടതിന് നിൻ്റെ ഉള്ളത്തെ അറിയുന്ന ഒരു ദൈവം ഉണ്ടല്ലേ. അതിന് കൃത്യമായ ഒരു മറുപടി നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ, സ്തോത്രം. അല്ലേ? അപ്പോൾ ഈ വചനങ്ങളൊക്കെ കർത്താവ് നമുക്ക് മാതൃകയായി കാട്ടി തന്നിരിക്കുന്ന ഒന്നാണ്. നമ്മൾ ആ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം എന്നുള്ളത്. ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് ഈ നാളുകളിൽ നമ്മളെ തന്നെ ദൈവസന്നിധിയിൽ ഒരുക്കുക. നമുക്ക് സമാധാനം വേണം, സ്വസ്ഥത വേണം. ജഡത്തിൻ്റെ പ്രവർത്തികൾ നമ്മൾ ചെയ്യുമ്പോൾ പാപത്തിന് അടിമകളായി തീരുമ്പോൾ ഒരു 1-2 സെക്കൻഡ് നിനക്കൊരു സുഖം ലഭിക്കുമായിരിക്കാം. അതിനുശേഷം നിൻ്റെ മനസ്സിൽ എന്ത് ചെയ്യുന്നു? ഒരുപാട് ഭാരമുള്ളവളായി തീരും. ഹല്ലേലൂയ, സ്തോത്രം. കാരണം അതൊക്കെ നശിച്ചു പോകുന്നതിന് തുല്യ. എങ്കിൽ ആത്മാവിനെ നീ പ്രാപിച്ചെങ്കിൽ ഈ സകല ജഡത്തെയും സകല പാപത്തെയും ഓവർകം ചെയ്യാൻ നിനക്ക് കഴിയും. ഇന്ന് നീ ഈ പാപത്തിൽ നിന്ന് എന്നെ ആർ രക്ഷിക്കുമെന്ന് ഓർത്തിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുക. സ്തോത്രം. അത് എങ്ങനെ ലഭിക്കും? ദൈവത്തോട് ചോദിക്കുക. ഹല്ലേലൂയ. അവൻ നമുക്ക് തന്നേച്ചു പോയ ആ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കേണ്ടത് നമ്മൾക്ക് നിർബന്ധമായിട്ടും നമ്മുടെ ഒരു എന്താണ് റെസ്പോൺസിബിലിറ്റിയാണ്. ഹല്ലേലൂയ, സ്തോത്രം. അതുപോലെ ദൈവവചനങ്ങൾ നമ്മൾ പഠിക്കുമ്പം
അനേകയിടങ്ങളിൽ അല്ലേ, അതായത് 1 കൊരിന്ത്യർ 6-ാം അധ്യായത്തിൽ 19 ദൈവത്തിൻ്റെ ദാനമായി നിങ്ങളിലിരിക്കുന്ന, ഇപ്പോൾ ദൈവം ദാനമായി നമ്മളിൽ തന്നിരിക്കുന്ന ഇരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാവും നിങ്ങളുടെ ശരീരമെന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങി ഇരിക്കിയാൽ നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലയോ? ആമേൻ സ്തോത്രം. ദൈവത്തിൻ്റെ വരവ് വരുമ്പം ദൈവത്തിൻ്റെ അവകാശികളാണ് നമ്മൾ. ആമേൻ സ്തോത്രം. ഈ പരിശുദ്ധാത്മാവിനെ നമ്മൾ പ്രാപിക്കണം. അതിനെ ദാനമായി ക്രിസ്തു നമുക്ക് തന്നിരിക്കുന്ന ഒന്നാണ്. ഹല്ലേലൂയ സ്തോത്രം. അതുകൊണ്ട് ഈ നാളുകളിൽ അഭിഷേകമുള്ള തലമുറകൾ എഴുന്നേൽക്കട്ടെ. ഹല്ലേലൂയ സ്തോത്രം. നിനക്ക് ലഭിച്ച കൃപയ്ക്കൊത്തവണ്ണം നമുക്ക് ദൈവത്തോട് ചോദിക്കാം. അത് ആമേൻ സ്തോത്രം. നമുക്കറിയാം, നമ്മൾക്ക് എന്തെങ്കിലും ഇപ്പോൾ സ്കൂളിലൊക്കെ ആണെങ്കിലും ക്രിസ്മസ് ഫ്രണ്ട് അങ്ങനെയൊക്കെ കുറികളൊക്കെ ഇടുമ്പോൾ മിസ്സുമാർക്ക് കിട്ടുമ്പോൾ, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ മിസ്സിനൊക്കെ കിട്ടുമ്പോൾ നമുക്ക് വളരെ ഹാപ്പി. കാരണം നമ്മൾ സംതിങ് സ്പെഷ്യൽ അവരിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നത് പോലെ പരിശുദ്ധ ദൈവത്തിൽ നിന്ന് കിട്ടുന്ന ഒരു ദാനമാണ്. ആ ഒരു എക്സ്പെക്റ്റേഷൻ്റെ പകുതി പോലും നമ്മൾ ദൈവാത്മാവിനെ ലഭിക്കുവാൻ ദൈവത്തോട് ചോദിക്കുന്നുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. ആ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കേണ്ടതിന് നമുക്ക് ദൈവത്തിൻ്റെ സ്വന്തം കാര്യത്തിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന ഒരു ദാനമാണ്. അത് പ്രാപിക്കേണ്ടത് നമ്മളത് പ്രാപിച്ചിരിക്കേണ്ടത് നിർബന്ധമാണ്. ഹല്ലേലൂയ. അത് പരിശുദ്ധാത്മാവിൻ്റെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കാര്യത്തിൽ നിന്ന് നമ്മൾ ഓരോ കുഞ്ഞുങ്ങൾ അത് വാങ്ങണം. ഹല്ലേലൂയ സ്തോത്രം. അതിനുള്ളൊരു ഉത്സാഹം നമ്മളിൽ ഉണ്ടാകട്ടെ. ആമേൻ സ്തോത്രം. ഈ ലോകത്തിൽ നമുക്ക് എന്തൊക്കെ ലഭിച്ചാലും, നേട്ടങ്ങളായാലും എന്ത് ലഭിച്ചാലും ദൈവത്തിൻ്റെ ആത്മാവിനെ നീ ഉള്ളിൽ പ്രാപിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. അതിനെ പ്രാപിച്ച കുഞ്ഞുങ്ങളാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒന്നും കൂടെ ഉണരണം. ഹല്ലേലൂയ സ്തോത്രം. അതിനെ ഒന്ന് ഉണർത്തിയെടുത്താൽ ഹല്ലേലൂയ സ്തോത്രം ചില അത്ഭുതങ്ങൾ നടക്കും. ആമേൻ സ്തോത്രം. ദൈവവചനം പറ, അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും. അതുകൊണ്ട് ദൈവത്തോട് ഈ വചനങ്ങൾ വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് നഷ്ടമായി പോയിട്ടുണ്ടെങ്കിൽ ആ പരിശുദ്ധാത്മാവിനെ നേടിയെടുക്കാം. ഇതുവരെ ലഭിച്ചിട്ടില്ലാത്ത വ്യക്തികളാണെങ്കിൽ നമ്മളെ തന്നെ ദൈവകരങ്ങളിൽ ഒരുക്കാം. ദൈവം തന്നെ നമുക്ക് തന്നിരിക്കുകയാണ്. ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ദാനമാണ്. സോ നമുക്കത് മക്കളെങ്കിൽ നമുക്കത് ചോദിച്ച് മേടിച്ചൂടെ? ഹല്ലേലൂയ സ്തോത്രം. അല്ലേ, ഇന്ന് അവകാശങ്ങൾക്ക് വേണ്ടിയും അല്ലെ ഭൂമിയുടെ അവകാശങ്ങൾക്ക് വേണ്ടിയും മാതാപിതാക്കളോട് നമ്മൾ ചോദിക്കുമ്പോൾ മക്കൾക്ക് വേണ്ടി എഴുതി വെക്കുന്നുണ്ടല്ലേ എന്ന് പറഞ്ഞ പോലെ സ്വർഗസ്ഥനാ പിതാവ് നമുക്ക് വേണ്ടി എഴുതി വെച്ചിരിക്കുകയാണ്. ഇത് നമ്മൾ എന്ത് ചെയ്യണം? പ്രാപിക്കേണ്ടത് നിർബന്ധമാണ്. ഹല്ലേലൂയ സ്തോത്രം. അല്ലേ, ദൈവത്തിൻ്റെ കാഹളനാദം കേൾക്കുമ്പോൾ പ്രാക്കളെ പോലെ നമ്മൾ എന്ത് ചെയ്യണം? ദൈവത്തോടൊപ്പം പറന്നു പോകണമെങ്കിൽ ഈ ആത്മാഭിഷേകമുള്ള കുഞ്ഞുങ്ങളായി നമ്മൾ മാറേണ്ടത് ആവശ്യമാണ്. ഹല്ലേലൂയ സ്തോത്രം. ഈ നാളുകളിലും ദൈവം നമ്മൾ അതിനുവേണ്ടി ഒരുക്കുമാറാകട്ടെ. കൃപയാൽ മിനിസ്ട്രിയുടെ പുത്തൻ ഒരു എപ്പിസോഡുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഈ വചനങ്ങളാൽ ദൈവം എന്നെ നിങ്ങളെ ഓരോരുത്തരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.